ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ ബാക്കിൽ കാണുന്ന അഡ്നോക്ക് പമ്പിൽ നിന്ന് രാവിലെ 8 മണിയായപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ, കയ്യോടെ. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഇന്ന് സ്റ്റേ എന്ന് പറയുന്നത് ഭയങ്കര ദുരന്താവസ്ഥയായിരിക്കും. കാരണം ഒരു 35 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഒരു പമ്പ്, ഒരു ലോറി സ്റ്റേ വരുന്നുണ്ട്. അവിടെ നമ്മൾ സ്റ്റേ നിന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നിൽക്കാൻ പോകുന്നതാണ് പമ്പിൽ. പിന്നെ നമ്മൾ റോഡിലായിരിക്കും ശരിക്കും പറഞ്ഞാൽ. എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. സെറ്റാവായിരിക്കും. യെസ്. No. I'm traveling. What is your name? Sivin. Okay. You are going Yes. Thank you. കുറേ പേരുടെ ഡൗട്ടാണ് നമ്മൾ ഉംറയ്ക്കാണോ പോകുന്നതെന്നുള്ളത്. അത് സ്വാഭാവികമായിട്ട് തോന്നുന്നു, കാരണം സൗദിയിലേക്ക് നടക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് തന്നെയാണല്ലോ തോന്നുക. അപ്പോൾ അത് കുഴപ്പമില്ല, അങ്ങനെ ചോദിക്കാറുണ്ട് ഒത്തിരി പേര്. അപ്പോൾ അതേപോലെ ചേട്ടൻ ചോദിച്ചതാണ്. നമ്മളെല്ലാവരും കൂടി യാത്ര പറഞ്ഞാൽ എല്ലാവരും നല്ല ആൾക്കാരായിരുന്നു കേട്ടോ. വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കൊല്ലം, ആലപ്പുഴ എല്ലാ സ്ഥലത്തുള്ള ആൾക്കാരുണ്ടായിരുന്നു പമ്പിൽ. എല്ലാവരും പാവങ്ങളായിരുന്നു. എല്ലാവരും നല്ലോണം എന്നെ കെയർ ചെയ്തു. നോ പ്രോബ്ലം. ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരോടും. താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പോൾ നമ്മളിതാ വീണ്ടും റോട്ടിലേക്ക് ഇറങ്ങി. ഇന്ന് നമ്മൾ ശരിക്കും റോട്ടിൽ തന്നെ ആയിരിക്കും, എനിക്ക് ഉറപ്പാണ്. കാരണം 90 കിലോമീറ്റർ ഒരു സ്റ്റേയും ഇല്ല. 35-40 കിലോമീറ്ററിൽ നമ്മൾ ലോറിക്കാർ കൂടെ എങ്ങനെ നിൽക്കേണ്ടി വരും. പിന്നെ മുമ്പ് പോയ ആൾക്കാരോട് ചോദിച്ചപ്പോൾ, ഷംസീറോടൊക്കെ ചോദിച്ചപ്പോൾ ബ്രോ പറഞ്ഞത് ആ ലോറിക്കാർ നിന്ന് കൂടെ നിന്നാൽ കുഴപ്പമൊന്നുമില്ല, ടെൻഷൻ ഒന്നും അടിക്കണ്ട എന്നാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം എന്തായാലും. എനിക്കറിയില്ല, സെറ്റാവായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും വഴി ഉണ്ടാവും, അത്രേ ഉള്ളൂ. ആ സമയത്തല്ല നമുക്ക് നോക്കാം, നോ പ്രോബ്ലം. കുറച്ച് ഷോർട്ട് കട്ടൊക്കെ ഉണ്ട്, നമുക്ക് നടുക്കൂടെ നടന്നങ്ങനെ പോവാം. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഇറങ്ങിയത്. കാല് ഫുള്ള് ചെളിയായി. തന്നെ നടക്കുമ്പോൾ ഇതൊക്കെ പൊക്കോളും. പക്ഷേ അയ്യോ ഗൈസ്, നമ്മൾ ഈ ഒരു പഴം കഴിക്കാൻ വേണ്ടി ഇവിടെ ഇരുന്ന കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ ഒരു സ്ഥലം കിട്ടത്തില്ല, നല്ല ഇരുന്ന് ആരും കാണാതെ കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ എല്ലാവർക്കും നോയമ്പായതുകൊണ്ട് ആരും കാണാതെ ഫുഡ് കഴിക്കുന്നതാണ് നല്ലത്. കാരണം വെറുതെ അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട, ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ടാൽ ഒരു ചൊറ വേണ്ട. അതുകൊണ്ട് നമ്മൾ ആരും കാണാതെ കഴിക്കുകയാണ് ഏറ്റവും നല്ലത് ഈ ഫാസ്റ്റിംഗ് ടൈമിൽ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കഴിക്കുന്നത്. ഇവിടെ നിന്ന് റോഡിൽ കയറിയപ്പോൾ നമുക്ക് സ്ഥലം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ അത് കഴിക്കട്ടെ കേട്ടോ. ഒരു പഴമുണ്ട്, പിന്നെ വേറെ സാധനമുണ്ട്, അത് ഞാൻ കഴിക്കട്ടെ. സാൻഡ്വിച്ച് ചെറുത്, അതും കഴിക്കട്ടെ. അത് കഴിച്ച് വിഷമമായിട്ട് നമുക്കങ്ങ് പോവാം. എന്തായാലും സമയം 8 ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും നമ്മളിത് അങ്ങനെ ഏകാന്തമായ റോഡ് വാസങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ മരുഭൂമി എന്ന് പറഞ്ഞാൽ എത്തിഹാദ് റെയിൽ, ആ സൈഡിൽ റെയിലിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുണ്ടോ, ഒരു മരങ്ങൾ സൈഡിലൊന്നുമില്ല. കുറച്ച് മരങ്ങൾ ഈ സൈഡിൽ കാണുന്നുണ്ട്. കുറച്ച് മരങ്ങൾ ഈ സൈഡിൽ കാണുന്നുണ്ട്. ഞാനും കുറേ വണ്ടിയല്ലാതെ വേറെ ഒരു മനുഷ്യജീവി നടക്കുന്നില്ല കേട്ടോ. നോ മനുഷ്യജീവീസ് ഹിയർ. ഇപ്പോൾ സമയം നോക്കിയാൽ 9:45 ഉള്ളൂ. നമ്മൾ 8 മണിക്ക് ഇറങ്ങിയതാണ്. ഏകദേശം 4-5 കിലോമീറ്റർ നമ്മൾ നടന്നിട്ടുണ്ട്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കിന്ന് പോകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കുള്ള സ്ഥലങ്ങളാണ്. കാരണം മറ്റേ പമ്പില്ല, സ്റ്റേ ചെയ്യാൻ ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ കൂടെ ഒക്കെ നമ്മൾ ചിലപ്പോൾ നിൽക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. എന്താവുന്നൊന്നും അറിയത്തില്ല. കുറച്ച് ടെൻഷനുണ്ട്. രാത്രി ഫോണിൽ ചെന്ന് ചാർജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നാളെ രാവിലത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഓർത്തിട്ട്. സാരില്ല, അതൊക്കെ നമുക്ക് അപ്പം നോക്കാം. എന്തായാലും നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുക. എന്തേലും സ്ഥലം ഇവിടെ വെറുതെ കിടക്കണം, വെറുതെ കിടക്കുക. ഏക്കർ കണക്കിന് ഇത് കണ്ടില്ലേ, മില്യൺസ് ഓഫ് ഏക്കേഴ്സ് ലാൻഡ്സ് വെറുതെ കിടക്കണം. മരുഭൂമി. 11 മണി 11 വരെ എനിക്ക് നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. വലിയ ചൂടൊന്നുമില്ല, കാറ്റ് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പം നോക്കാം നമുക്ക്. ഗൈസ്, നമ്മളങ്ങനെ ഒരു ഇരിക്കാനൊരു സ്ഥലം കണ്ടെത്തി. നിങ്ങൾ കണ്ടോ, ഇതുണ്ട് ഈ ഒരു ഇതിൻ്റെ തണലിലാണ് ഞാൻ ഇരിക്കുന്നത്. കണ്ടോ, ഒരു തണൽ പോലും ഇല്ല ഇവിടെ ഇരിക്കാൻ. നമുക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാനോ ഒന്ന് ഇരിക്കാനോ ഒരു സ്ഥലവും ഇല്ല. കണ്ടോ, അത്ര സീനുള്ള സ്ഥലമാണ്. ഒരു 12 കിലോമീറ്റർ ഞാൻ നടന്നുള്ളൂ. 11:30 ആയി. എന്നിട്ട് ഞാൻ ഇരിക്കാൻ നോക്കുമ്പോൾ ഒരു സ്ഥലവും കാണുന്നില്ല. ഇരുന്നേ പറ്റും, കാരണം കാലിന് വേദനയായിട്ട് ഇരുന്നേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ഈ തണലിൽ വന്നിട്ട് ഇരിക്കുക. ഇനി കുറച്ച് നേരം ഇവിടെ ഇരിക്കണം. അത് കഴിഞ്ഞപ്പം ഈ തണൽ പോകും. കാരണം സൂര്യൻ നേരെ മുകളിൽ വന്നു കഴിയുമ്പോൾ ഈ തണൽ പോകുമല്ലോ. അങ്ങനെ ഇതുണ്ടോ. അപ്പോൾ ഏതായാലും കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. ഞാൻ ഈ വെയിൽ കാലിന് വേദന മാറുന്നവരെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം നടക്കാം. അത് കഴിയുമ്പോൾ ഒരു പാലം വരുന്നില്ല, പാലത്തിന് താഴെ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. പാലം കുറച്ച് ദൂരമുണ്ട്, എന്നാലും നമുക്ക് കുഴപ്പമില്ല, നടക്കാം, നോ പ്രോബ്ലം. സമയം ഇപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട്. നമുക്കിനി കുറച്ചും കൂടെ പോവാണ്ട്. അപ്പോൾ ഇന്ന അവസാനം ശരിക്കും പറഞ്ഞാൽ മടുത്തു കേട്ടോ. അത്ര നടന്നു, കാലിന് ചെറിയ വേദന എടുക്കുന്നുണ്ട്.
കാരണം നമുക്കിന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ ഇന്ന് ഞാൻ അറ്റ്ലീസ്റ്റ് 40 നടക്കണം, ഇല്ലെങ്കിൽ നടക്കൂല. അതുകൊണ്ടാണ് എന്തോ തീ എത്തുന്ന പോലെ തോന്നുന്നുണ്ട്. എന്തോ ഫാക്ടറിയാ. നമുക്ക് ഈ സബ്സ്റ്റേഷൻ ഒന്ന് കയറി ചോദിച്ചു നോക്കാം ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന്. റെസ്റ്റ് ഏരിയയിലേക്ക് എനിക്ക് കുറച്ചും കൂടി ദൂരമുണ്ട്. സബ്സ്റ്റേഷൻ ഉണ്ട്, അവിടെ നമുക്ക് ചോദിച്ചു നോക്കാം എന്താവും, നമുക്ക് നിർത്താൻ സമ്മതിക്കുമോ, അവിടെ പോകാൻ പറ്റുമോ എന്നറിയില്ല. ചോദിച്ചു നോക്കാം അവിടെ പോയിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടോ, നിൽക്കാൻ പറ്റുമോ. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ നടറോട്ടിൽ തന്നെ കിടക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല. ഇതൊരു സബ്സ്റ്റേഷനാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം സ്റ്റേ കിട്ടുമോയെന്ന്. എനിക്കൊന്നും അറിയില്ല അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. പോയി നോക്കാം അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന്. ചോദിക്കുന്നതിന് അത്ര മുടക്കലേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ എല്ലാവരും ലോറിക്കാരുടെ കൂടെ അവിടെ അത് ചോദിക്കേണ്ടി വരും. നോക്കട്ടെ എന്താ സംഭവിക്കാമെന്ന് അറിയില്ല. ഇല്ലെങ്കിൽ പരിപാടിയിലാവും നമ്മൾ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആവുമെന്ന്. കാരണം വിശക്കുന്നുണ്ട്, ഒന്നും കഴിച്ചില്ല നമ്മൾ, ഒന്നും കിട്ടാനില്ലല്ലോ. എന്തായാലും നോക്കട്ടെ, ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഇവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ല, തന്നെത്താനെ സബ്സ്റ്റേഷൻ എന്തായാലും വർക്ക് ചെയ്യില്ല, ആരെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നോക്കി നോക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, നമ്മളാ സബ്സ്റ്റേഷൻ ദേ കാണുന്ന സബ്സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് സ്റ്റേ കിട്ടിയില്ല. കാരണം വിക്ടർ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു അവിടെ. അവൻ പറഞ്ഞു ഞാൻ 9 മണിയാകുമ്പോൾ പോവും, പിന്നെ നൈറ്റ് ഷിഫ്റ്റ് വരുന്ന ഒരു പാകിസ്ഥാനിയാണ്, അവനോട് ചോദിക്കണം, അവനോട് ചോദിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം അവന് ജോലിയെ ബാധിക്കുന്ന കാര്യം സബ്സ്റ്റേഷനാണ്. എന്തെങ്കിലും എമർജൻസി വന്നിട്ടുണ്ടെങ്കിലും ഹെഡ് ആൾക്കാരൊക്കെ വരും, അവർ വന്ന് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് എന്നാണ് പറഞ്ഞത്. മേ ബി, എനിക്കറിയില്ല. എന്തായാലും നോ വേ ഓൺ സബ്സ്റ്റേഷൻ. നമ്മൾ വേറെ ഇത് തപ്പി നടക്കുകയാണ്. നമുക്കുള്ളത് ട്രക്ക് ബേ മാത്രമാണ്. അപ്പോൾ ട്രക്ക് ബേയിലൊക്കെ നമ്മൾ നടക്കുന്നത്. അവിടെ പോയിട്ട് ഏതെങ്കിലും ട്രക്കാരനോട് അവിടെ കിടന്നോളാൻ പറ്റുമെന്ന് ചോദിക്കുക, അത്രേ ഉള്ളൂ വഴി. ഇല്ലെങ്കിൽ നമ്മൾ പെരുവഴി. നോ വേ. എന്താ ചെയ്യാന്നൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പം നോക്കാം നമുക്ക് എന്തായാലും. ഓക്കെ, ഇതിൽ സ്ഥിരം കാഴ്ചയാണ് കേട്ടോ, വലിയ അത്ഭുതമൊന്നുമില്ല. നമ്മളവിടെ കച്ചയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ വരാറുണ്ട്. ചുരുണ്ടിങ്ങനെ വരും കാറ്റ്. സ്ഥിരം പരിപാടിയാണ്. ഗൈസ്, നമ്മളങ്ങനെ നടന്ന് വരുമ്പോഴാണ് ഒരു ലോറി കണ്ടത്. അപ്പോൾ ലോറിയിൽ നമ്മൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ നമ്മളെ സമ്മതിച്ചു, കയറിക്കൊള്ളാൻ പറഞ്ഞു. ഒരു പഞ്ചർ ഒട്ടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. വെട്ടം കുറവാണ്. അപ്പോൾ भैया आपका नाम? मोहम्मद रफ़ीक, പാകിസ്ഥാൻ से? पाकिस्तान डेरा गाजी खान. അച്ഛാ, അപ്പം നമുക്കിതാ ഫുഡൊക്കെ തന്നിട്ടുണ്ട് അവർ. എനിക്കൊന്നും പറയാൻ തന്നെ പറ്റുന്നില്ല. ഫുഡൊക്കെ തന്നിട്ട് ഞാനൊന്ന് കഴിക്കട്ടെ. വിശന്ന ഡ്രസ്സിൽ ഉച്ചയ്ക്ക് കഴിച്ചതാണ്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കഥ പറയാം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോണ കഥ എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു നിമിഷമാണ്. ഇന്ന് രാവിലെ നമ്മൾ അവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 40 കിലോമീറ്ററിനടുത്ത് നമ്മൾ കവർ ചെയ്ത് മടുത്ത് നിൽക്കുന്ന സമയത്താണ് നമുക്ക് സ്റ്റേ കിട്ടാൻ സ്ഥലം. പമ്പിന് ഇനി 40 കിലോമീറ്റർ വേറെ പോകണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ഫയർ സ്റ്റേഷൻ കാണുന്നത് ദൂരെ. ഞാൻ ഇന്നലെ കാണിച്ചു തന്നില്ല ഫയർ സ്റ്റേഷൻ. അവിടെ പോയി നമുക്ക് സ്റ്റേ കിട്ടില്ല, നമ്മൾ തിരിച്ചു പോന്നു. ഇപ്പോൾ ലോറികൾ കുറേ, എനിക്ക് എൻ്റെ മനസ്സിൽ ലോറിക്കാരോട് ചോദിക്കുക എന്നുള്ളതാണ് സ്റ്റേക്ക്. പക്ഷേ ലോറിക്കാരൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, എനിക്ക് ചോദിക്കാനൊരു മടി. അതിനിടയ്ക്കാണ് വേറെ ലോറി കണ്ടത്. ഞാൻ അവരോട് പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിനെന്താ നിൽക്കുന്നതിന് എന്താ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അപ്പം തന്നെ എന്നെ ഒരു വണ്ടി കയറ്റി, അപ്പം തന്നെ എനിക്ക് ഫുഡ് തന്നു, കാര്യങ്ങളെല്ലാം ചെയ്തു. അതിൻ്റെ വീഡിയോസ് ഞാൻ വെക്കാം. അപ്പം എന്താ പറയുക, ഇവരെന്ന് പറഞ്ഞാൽ ഇവർ പഞ്ചർ ഒട്ടിക്കുന്ന ആൾക്കാരാണ്. പഞ്ചർ ഒട്ടിക്കുന്ന ആൾക്കാർ ഇവർ പഞ്ചർ ഒട്ടിച്ചിട്ട് ഇവിടെ ഉപജീവനം നടത്തുന്നവരാണ്. അവർ ഇവിടെ ഈ മറ്റേ ബസ് പാർക്കിങ്ങിൽ വണ്ടികൾ ഇങ്ങനെ വരും, അതിൻ്റെ പഞ്ചർ അവർ ഒട്ടിക്കും. എന്നിട്ട് അവർ ഇവിടെ തന്നെ നിൽക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. എനിക്ക് ഭയങ്കര അതിശയം തോന്നി. കാരണം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇവരുടെ വണ്ടി ഐസ് വണ്ടിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഐസാണ് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള്. ഈ ഐസ് എന്ന് പറഞ്ഞാൽ ഇത് ഇവരെ വരുന്ന ലോറിക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഭയ്യാ आपका नाम बताओ. नदीम. हाँ नदीम पाकिस्तान से. अच्छा, इधर कितना साल हो गया? इधर मेरे को हो गया 6 माह हो गया. 6? हाँ. अच्छा. वैसे दुबई में तो तकरीबन 6-7 साल हो गया. यूएई में? हाँ. अच्छा. तो इधर इस काम के लिए 7-6 माह हो गया. हाँ. मैं सोचा लोरी वाले को मैं उनको बोला है ना, मैं आपका पास आया है ना सोने के लिए. सो मैं सोचा आप इधर लोरी वाला है. नहीं हमारा इधर यार काम है इधर. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇവർ ഇവിടെ ഉള്ളവരാണ്, ഇവരവിടെ താമസിക്കുന്നില്ല. വേറെ ഒരാളോട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഭയ്യ ആപ്കാ നാം बताओ.
മുഹമ്മദ് റഫീഖ് ബ്രോയാണ് എനിക്ക് ഫുഡെല്ലാം അങ്ങോട്ട് തന്നത് भैया फूड अच्छा है अच्छा था मेरे मॉर्निंग तक मैं कुछ नहीं खाया नून तक आगे मिलता भी कुछ नहीं है ना कुछ नहीं मिलता അപ്പോൾ എന്തായാലും എനിക്ക് വന്നത് തന്നെ ബ്രോ എനിക്ക് ഫുഡ് തന്നു വിശന്ന് വലഞ്ഞ് ഞാൻ വന്ന് എനിക്ക് ഫുഡ് തന്നു ഒത്തിരി സന്തോഷമായി ഫുഡ് നിങ്ങൾ കണ്ടല്ലോ എങ്ങനെ ഉണ്ടെന്നുള്ളത് വേറൊരു പണി എടുക്കുന്നുണ്ട് അവർ അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം ഇത് ഇവരുടെ ഡീസൽ ടാങ്കാണ് ഇവരുടെ വണ്ടി പഞ്ചറായാലും ഇവിടുന്ന് വരുന്ന വണ്ടികൾ മുഴുവൻ പഞ്ചർ ഒട്ടിക്കുന്ന ഡീസൽ ടാങ്കാണിത് ഈ ഡീസൽ ടാങ്കിൽ നിന്നാണ് ഇവരുടെ മെഷീനൊക്കെ വർക്ക് ചെയ്യിക്കുന്നത് ഇത് ഇവരുടെ വണ്ടിയാണ് ഈ ഐസ് അവരുടെ വണ്ടിയാണ് ഇത് ഇവരുടെ വണ്ടിയാണ് ഇതും ഇവരുടെ വണ്ടിയാണ് എന്നെ ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറ്റിക്കൊണ്ട് പോയത് എന്നിട്ടാണ് എനിക്ക് ഫുഡ് തന്നത് ഇതിനുള്ളിലാണ് എന്നെ കയറ്റിക്കൊണ്ട് പോയത് എന്നിട്ടാണ് എനിക്ക് ഫുഡ് തന്നത് ഇത് ഇവരുടെ വണ്ടിയാണ് ഇവിടെയാണ് ഇവർ കിടക്കുന്നത് ഇവിടെയാണ് ഇതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടോ എല്ലാ സംവിധാനങ്ങളും ഇതിലുണ്ട് എല്ലാം കണ്ടോ അടിപൊളി സംവിധാനങ്ങളെല്ലാം ഇതിനകത്തുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇവർ വണ്ടി ഇപ്പോൾ ആരെങ്കിലും വന്നാൽ പഞ്ചറൊട്ടിക്കും ഇത് ഡീസൽ ടാങ്ക് അതിൽ വെള്ളം അവിടെ വെള്ള കുപ്പിയുണ്ട് എല്ലാ സംവിധാനങ്ങളും ഇവരിവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവരിവിടെ തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ ഉത്തരേ ഓക്കെ 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 അപ്പോൾ ഗൈസ് എനിക്ക് അത്ഭുതം തോന്നുന്നു ഞാൻ എങ്ങനെയാണ് നന്ദി പറയുന്നത് ദൈവത്തോട് നിങ്ങൾ പറ ഞാൻ എന്താ പറയുക 40 കിലോമീറ്റർ കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് സ്റ്റേ അന്വേഷിക്കുമ്പോൾ എനിക്ക് നിൽക്കാൻ സ്ഥലമില്ല ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചത് അതിനുശേഷം എനിക്ക് വിശന്നൊരു രക്ഷയില്ല വിശക്കുന്നത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത്രയും ഫുഡ് മന്തി ആപ്പിള് ഓറഞ്ച് ഫ്രൂട്ട്സ് കാര്യങ്ങൾ ജ്യൂസ് എല്ലാ സാധനങ്ങളും അടങ്ങുന്ന ഒരു കിറ്റ് എനിക്ക് തന്നു അത് മുഴുവൻ അവിടെ ഇരുത്തി ഇന്ന് രാത്രി കിടക്കാൻ സ്ഥലം തന്നു 3 മണിക്ക് അവർ നോയമ്പിന് നോക്കാൻ വേണ്ടി എണീക്കും അപ്പം എന്നോട് ചിലപ്പോൾ ഇടയ്ക്ക് ജനറേറ്റർ അവർ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇതൊക്കെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ മുമ്പിൽ കിടന്ന വണ്ടിയാണ് ഒരു പ്രശ്നമില്ല മുമ്പിൽ കിടന്നുറങ്ങിക്കോന്ന് പറയാനുള്ള മനസ്സ് അവർ കാണിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പം ഗൈസ് ഇന്ന് ഞാൻ പകലധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ലായിരുന്നു കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ മടുത്തിട്ടുണ്ടായിരുന്നു ഇതേകൊണ്ട് ക്യാമറ പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ അത്രയും നടന്ന് ഞാൻ മടുത്ത് വന്ന സമയത്താണ് ഇത് വീഡിയോ അധികം ഞാൻ എടുക്കാതെ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ടെന്ന് എനിക്ക് നാളെ ഞാൻ ഇവിടുന്ന് 30-35 കിലോമീറ്റർ നടന്നിട്ടാണ് നമുക്ക് അഡ്നോക്ക് പമ്പുണ്ട് അഡ്നോക്ക് പമ്പിലെത്താം ഇത്രയും ഞാൻ പാകിസ്ഥാൻകാരുടെ സ്നേഹം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പാവങ്ങളായ എല്ലാവരും ഇവരൊക്കെ അന്നത്തെ ഇത് ജീവിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഈ ഒരു ലോകം മാത്രമേ ഉള്ളൂ വേറൊരു ലോകം ഇവർക്കില്ല ഇതൊക്കെയാണ് ലോകം നമ്മൾ ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്നത് അതുകൊണ്ട് കേട്ടോ അപ്പം എല്ലാവരോടും ഞാനിന്ന് ഇവിടെ കിടന്നിറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഓക്കെ